ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറ് വെക്കാൻ വേണ്ടി ഒരു കലം വെച്ചിട്ട് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത്. പിന്നെ ഇപ്പുറത്ത് ഒരു പാൻ വെച്ചിട്ട് നമ്മളിന്ന് തക്കാളി ഉണക്കമീൻ ഇട്ട് തേങ്ങ അരച്ചൊരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് തക്കാളി നല്ലോണം പിഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയായിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഇളക്കി കൊടുത്തതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളീൻ്റെ ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉണക്കച്ചെമ്മീൻ പൊടിച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ പറയാൻ മറന്നതാണ്, അല്ല കാണിക്കാൻ മറന്നതാണ്. അപ്പോൾ ഞാൻ പറയാം കേട്ടോ, അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊന്ന് വാടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് തേങ്ങ അരച്ച് പാരുകയാണ് ചെയ്യണം. തേങ്ങയ്ക്ക് ഞാനൊരു നുള്ള് ചീരുള്ളിൻ്റെ പൊട്ടും ഒരു വെളുത്തുള്ളിൻ്റെ അല്ലിയും കൂടി കൂട്ടിയിട്ടാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറി അവിടെ സെറ്റായിട്ടോ. അപ്പോൾ ഞാൻ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ തൂവി കൊടുക്കണം. എന്നിട്ട് ചീയപ്പാട്ടൊന്ന് ചൂടുന്നത്. ചീയപ്പം എന്ന് പറഞ്ഞാൽ ചിലവർക്കൊന്നും ചീയപ്പം അറിയലുണ്ടാവില്ല. ഞങ്ങളുടെ നാട്ടിൽ ചീയപ്പം എന്ന് പറയും, ചിലവർ സാധാ അപ്പം എന്ന് പറയും, അങ്ങനെ പറയും കേട്ടോ. അപ്പം തേങ്ങയൊന്നും ഇല്ലാതല്ലേ, തേങ്ങ ഉഴുന്നൊന്നും കൂട്ടാത്ത സാധാ അരി മാത്രം പൊതിർത്തിങ്ങാണ്ട് അരച്ചിട്ട് ഉപ്പിട്ട് ചുണ്ണാട്ടോ ചീയപ്പം എന്ന് പറയുന്നത്. പല നാട്ടിലും പല പേരുണ്ടാവും. ഞങ്ങളിവിടെ ചീയപ്പം എന്നാണ് പറയുന്നത്. അതിൽ അടിപൊളിയായിട്ട് കിട്ടണമൊക്കെ ഉണ്ട്. ചിലർ പറയും ചട്ടിയിലിട്ടു അങ്ങനെ പറയും. പക്ഷെ നമുക്കിവിടെ ചട്ടി നല്ല ചട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ് കിട്ടുന്നുണ്ട്. അപ്പോൾ കട്ടില്ലാതെയാണ് കേട്ടോ ഞാൻ ചുട്ടിക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. അപ്പുറത്തെ കുക്കറിൽ ഞാൻ അപ്പോഴത്തേന് മമ്പയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചതാണ്, അതൊന്നും കാണിച്ചില്ല. കുറേ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പോയപ്പം ഒക്കെ പോയിട്ടുണ്ട് കുറേ വീഡിയോസിൻ്റെ കട്ടിങ്. അപ്പോൾ ചോറ് വെന്ത് ഊറ്റി നമ്മൾ മമ്പയർ തൂമിച്ചവിടെ സെറ്റാക്കിക്കണേ. മീൻ അതിൻ്റെ ഇടയ്ക്ക് വറുത്തിക്കണേ. മീനിൻ്റെ വീഡിയോ ഒക്കെ വിട്ട് പോയിക്കണേ. അപ്പം ഹസ്ബൻഡിന് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 7 മണി 7:15 ആയി. അപ്പം ഞാൻ ചോറൊക്കെ പാത്രത്തിലാക്കുകയാണ്. ചോറും ചായക്ക് കടിയൊക്കെ കൊണ്ടാണ് അവർ പോകൽ. അവർ ചായ കുടിച്ച് പോകും. 10 മണിക്കുള്ളത് കൊണ്ടാണ് പോണത്. അപ്പോൾ ഇവിടെ അടുത്ത് നിലമ്പൂർ തന്നെയാണ് പണി. അപ്പോൾ അങ്ങോട്ട് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറൊക്കെ പാത്രത്തിലാക്കുകയാണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറും ചെമ്മീനും ഉണക്കച്ചെമ്മീനും പിന്നെ കിളിമീൻ പൊരിച്ചതുണ്ട്, മമ്പയർ ഉപ്പേരി ഉണ്ട് കേട്ടോ. ഞാനപ്പോഴത്തേനും ഓരോന്ന് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീനിങ്ങും കൂടി ഒപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കിട്ടൂല. നമ്മൾ ലാസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഓരോ പാത്രം എടുത്തതാക്കി അങ്ങോട്ടും ഇങ്ങോട്ടാക്കി വരുമ്പോഴത്തേനും ആകെ പെരക്കും. പിന്നെ അടുക്കളയ്ക്ക് നോക്കാൻ കഴിയൂല. ആകെ എന്താ പറയുക, നമുക്ക് തന്നെ ആകെ ടെൻഷനാവും. കാരണം ഇത് മൊത്തം ക്ലീൻ ആക്കണമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒപ്പം സെറ്റാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പണി കഴിയുമല്ലോ. അതിൻ്റെ പാത്രങ്ങളൊക്കെ കുറേ കഴുകാണ്ടാവും. എന്നാലും ടേബിളും ടോപ്പും ഒക്കെ ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു സെറ്റായി ഇതാക്കും. അപ്പം ഞാൻ കുറച്ച് അച്ചാറും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ അച്ചാറും നെല്ലിക്ക അച്ചാറും കൂടിയാണ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കറി ഞാനൊരു കുപ്പിയിലാക്കിയാണ് കൊടുക്കൽ. ചൂടാറിയിട്ടാട്ടോ, എല്ലാ സാധനവും ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ക്ലീനിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ഫുഡൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ക്ലീനിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഗ്യാസിൻ്റെ ടോപ്പറാണ് തോത്തുന്നത്. ഇത് സുജാതേൻ്റെ ഗ്യാസ് സ്റ്റൗവാണ് കേട്ടോ. അപ്പോൾ 2 അടുപ്പ് വരുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല സ്റ്റൗ തന്നെയാണ്, കാണാനും ലുക്കുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ അവിടെ 3 കള്ളീൻ്റെ ഒരു ജനലാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ലൈറ്റ് അടിച്ചിട്ട്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഒരു 7 മണി 7:15. അപ്പോൾ ഇതിങ്ങനെ സൂര്യൻ ഉദിച്ചിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ വരുന്നതിൻ്റെ ഭയങ്കരമായിട്ട് ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. അവിടെ ഞാൻ ആ ടൈൽസിൻ്റെ ഇതൊക്കെ തോത്തുകയാണ്. ടൈൽസ് വരുന്നത് മുകളിൽ വരുന്ന വൈറ്റ് കളർ. അപ്പോൾ ഇന്നും ഡെയിലി നമ്മൾ തോത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ വൃത്തികേടായി കിടക്കും. അപ്പോൾ ഓരോ പണി കഴിയുമ്പോഴും ആ ടൈൽസ് ഫുള്ള് ക്ലീൻ ആക്കണം. ടൈൽസിൻ്റെ ഈ ഗ്യാസിൻ്റെ മുകളിലൊക്കെ തോത്തൽ കുറച്ച് സീനാണ്. പക്ഷേ വേറെ ഉള്ളിടത്തൊന്നും കുഴപ്പമില്ല. നമുക്ക് എത്തുന്നിടത്തൊക്കെ തോത്തിയിട്ടാൽ നല്ല വൃത്തിയായിട്ട് വെക്കും. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് ചെയ്യാനും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ കാര്യം, വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെ കാര്യം. അടുക്കള എപ്പോഴും ക്ലീനാക്കി വെക്കാമെന്നൊക്കെ പരമാവധി എല്ലാവരും നോക്കാം. അപ്പോൾ ഇന്ന് നോമ്പാണ് ഞങ്ങൾക്ക്. ഇന്ന് അജ്ജിൻ്റെ നോമ്പാണ്, നാളെ പെരുന്നാളാണ്. അപ്പം ഈ ഫുഡൊക്കെ കുറച്ചുണ്ടാക്കിയത് അതുകൊണ്ടാണ്. ഹസ്ബൻഡിന് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഇന്ന് നോമ്പില്ല, എനിക്ക് നോമ്പാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ പാത്രം കഴുകലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. പാത്രം കൂടി കഴുകി കഴിഞ്ഞാൽ ഏകദേശം അടുക്കളയിലത്തത് ക്ലോസ് ആക്കി. ഇപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ഞാനും മാത്രം നോമ്പ് നോക്കണോണ്ട് ഇവിടെ മക്കളില്ല. മക്കൾ രണ്ടാളും എൻ്റെ വീട്ടിൽ പോയേക്കാണ്. അപ്പം ഉമ്മാൻ്റെ അടുത്താണുള്ളത്. ഇന്ന് വൈകുന്നേരം വരുള്ളൂ. രാത്രി ഹസ്ബൻഡ് കൊണ്ടുവരും. അപ്പം എനിക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് എന്തെങ്കിലും എണ്ണക്കടി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എന്തെങ്കിലും അപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടി കഴിക്കാമെന്നൊക്കെ കരുതണേ. അപ്പോൾ ഞാനിങ്ങനെ ക്ലീനിങ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ക്ലീനിങ്ങൊക്കെ ഏകദേശം ടൈൽസ് ഫുള്ള് ഞാൻ തുടച്ച് കഴിഞ്ഞു. ഗ്യാസും ക്ലീനാക്കി. പിന്നെ പാത്രം കൂടി ഒന്ന് കഴുകാനുള്ളൂ. പാത്രം കൂടി കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ
ഇന്ന് നോമ്പ്, നാളെ പെരുന്നാൾ. ഗൾഫിലുള്ളവർക്കൊക്കെ ഇന്ന് പെരുന്നാളാണ്, നമുക്ക് നാളെയാണ് പെരുന്നാൾ. അപ്പോൾ എല്ലാവർക്കും, ഗൾഫിലുള്ള പ്രവാസികൾക്കൊക്കെ ഈദ് മുബാറക്ക്. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, ബായ്.